തമ്പുരാൻ എഴുന്നള്ളുന്നേ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. പൊന്നു തമ്പുരാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വരുന്നത് വെച്ചാൽ അവിടുത്തെ കാര്യം നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ എന്ന്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തണ്ടല്ലോ ഇത് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആറാട്ടണ്ണൻ കക്കൂസിൽ പോയി വന്നപ്പോ കക്കൂസ് റിവ്യൂ ചോദിച്ച പോലെ. ബാത്റൂമിനെ പറ്റി എന്താ അഭിപ്രായം? ഈ ചെകുത്താൻ ഇലുമിനാറ്റി ആണെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത്. കാരണം ചെകുത്താനെ സിദ്ദിഖൊന്ന് ജയിലിൽ കയറ്റിയതേ ഓർമ്മയുള്ളൂ. അന്ന് മുതൽ അമ്മ എയറിലാണ്. അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും എയറിൽ നിൽക്കുകയാണ്. അപ്പൊ ചെകുത്താനോട് നമുക്ക് ചോദിക്കാം, എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യം എന്താണെന്ന്. അല്ല, കക്കൂസിന്റെ റിവ്യൂ ഒന്ന് പറയൂ ചേട്ടാ. നിന്റെ വായനൊക്കെ ബെറ്റർ ആണ്. എന്നാ പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് പൂജയുടെ കക്കൂസ് റിവ്യൂ കൂടെ ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ പൊന്നു തമ്പുരാൻ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അവിടുത്തെ കാര്യം ഒന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. സുജിയ പാർവതിയാണല്ലോ BJPയുടെ സ്വന്തം ആള്. അവര് തന്നെ തുടങ്ങി വെക്കട്ടെ. ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചായക്കടയിലെ പഴംപൊരി എങ്ങനെയുണ്ട് എന്നല്ലല്ലോ ചോദിക്കേണ്ടത്. പൊന്നു തമ്പുരാൻ എവിടുന്നോ സദ്യയൊക്കെ കഴിഞ്ഞ് വയറ് നിറഞ്ഞു വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു രാജാവേ ഭക്ഷണം? കൊള്ളാമോ? എടോ, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും ഇട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അയ്യേ അയ്യേ. വേറെ 2 പേര് കൂടി ടോയ്ലറ്റ് റിവ്യൂന്ന് റെഡിയായി വന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. ടോയ്ലറ്റിലേക്ക് പോവാണ്. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ ഒരാൾ ഹോൾഡ് ചെയ്യുക. ജാതി കക്കു സ്റ്റാറുകൾ അവരൊക്കെ നോക്കൂ. അപ്പൊ കക്കൂസിൽ പോകുന്ന സ്ത്രീകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. സ്റ്റാറുകൾ കാവലുണ്ട്. ദേ നമ്മുടെ മഹാരാജാവ് അമ്മയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അമ്മയുടെ കാര്യം ചോദിക്കാം. എന്താണ് മൂപ്പര് അമ്മയുമായി സഹകരിക്കാത്തതും ഭാരവാഹിത്വം വഹിക്കാത്തതും? എന്തുകൊണ്ടാണ് അമ്മയിൽ ഞാൻ സഹകരിക്കാത്തത്? ഈ ഗ്രൂപ്പിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് എതിരെ നിന്ന് അങ്ങനൊന്നുമല്ല. അതിനിപ്പോൾ പറഞ്ഞേക്കാം. അത് വെറുതെ ഒരു സീക്രട്ടായിട്ടൊന്നും ഇനി അധികകാലം വെച്ചുകൊണ്ടിരിക്കണ്ട. ഞാൻ 97 ഗൾഫിൽ അവതരിപ്പിച്ച പരിപാടിയാണ് അറേബ്യൻ ഡ്രീംസ്. അത് സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായിരുന്നു. അത് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്ത് ക്യാൻസർ സെൻറ്ററിന്, കണ്ണൂർ കളക്ടർക്ക് അംഗൻവാടികൾക്ക് കൊടുക്കാൻ വേണ്ടി, അതുപോലെ പാലക്കാട് കളക്ടറുടെ തന്നെ ധന ശേഖരണത്തിന് വേണ്ടി ഒരു പരിപാടിയായിട്ട് പൈസ ശമ്പളം വാങ്ങാതെ പോയി അതേ ഷോ 4 മണിക്കൂർ ഷോ ഇവിടെ ചെയ്തു കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മയിൽ പറഞ്ഞിരുന്നു, ഈ ഷോ ചെയ്യുന്ന ആൾ ഒരു 4-5 ലക്ഷം രൂപ അമ്മയിലേക്ക് തരും എന്ന് പറഞ്ഞു. ഞാനോ കൽപ്പനയോ പൈസ ശമ്പളം വാങ്ങിച്ചിട്ടില്ല. ബിജുമേനോ ബാക്കിയുള്ളവർ ശമ്പളം വാങ്ങിച്ചു. ഈ 5 സ്റ്റേജ് ചെയ്തതിന് ചോദ്യം വന്നു അമ്മയുടെ മീറ്റിങ്ങിൽ. ജഗദീഷ് ചേട്ടനും അമ്പിളിച്ചേട്ടനും കൂടി, ജഗദീഷ് ശ്രീകുമാറും കൂടി എന്നെ മീറ്റിങ്ങിലിരുത്തി പൂരിച്ചു. എനിക്കന്ന് ഈ ശൗര്യമില്ല. ഞാനന്ന് ശരിക്കും പാവമായിരുന്നു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ചോദിച്ചു, അങ്ങേരടച്ചില്ല, അത് പറയാതെ അങ്ങേരടയ്ക്കാത്തടത്ത് താൻ അടയ്ക്കുമോ എന്ന് ചോദിച്ചു. ആ താൻ ഞാൻ പൊറുക്കില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ഞാൻ തിരിച്ച് പറയേണ്ടി വന്നു, അമ്പിളിച്ചേട്ടാ, അയാൾ അടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ടും ആ ആൾ അതടച്ചില്ല. അപ്പോൾ എനിക്ക് അമ്മയിൽ നിന്ന് നോട്ടീസ് വന്നു, 2 ലക്ഷം രൂപ പെനൽറ്റി അടയ്ക്കണമെന്ന്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാശ് ഞാൻ എടുത്തടച്ചു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ശിക്ഷിക്കപ്പെട്ടവനാണ് അസോസിയേഷനിൽ. ഇനി ഒരു ഭാരവാഹിത്വവും ഞാൻ അവിടെ ഏറ്റെടുക്കില്ല. ഞാൻ മാറി നിൽക്കും. പക്ഷേ അമ്മയിലൊന്ന് അന്വേഷിക്കൂ. ഇപ്പോഴും അവിടെ ഒരു തീരുമാനമെടുക്കുമെങ്കിൽ അതിനുശേഷം 99 മുതൽ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കൂ. ഇന്നച്ചൻ എന്നെ എത്ര തവണ നീ ഇതിൻ്റെ പ്രസിഡൻ്റാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. ഞാൻ ശിക്ഷ വാങ്ങിപ്പോയി. എനിക്കിനി അവിടെ പറ്റില്ല. ഞാനിങ്ങനെ നിന്നോളാം. ഞാൻ അവിടെ വരുന്നുമില്ല. അമ്മയുടെ എന്തെല്ലാം പദ്ധതികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പൊതുവേ ഞാനൊരു വിമതനാണ്. എന്നെ പിടിച്ചാൽ അമ്മയെ ഉടയ്ക്കാൻ പറ്റും എന്ന് പോലും വിചാരിച്ചു. എപ്പോൾ 2004 അമ്മയും ബാക്കി ടെക്നിക്കൽ വിഭാഗവുമായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് സുരേഷ് ഗോപി തന്നെ നിൽക്കുകയാണ്, നമുക്കിതിപ്പം മുറിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പലരെയും കൊണ്ടുപോയില്ലേ, ഞാൻ അതിലുണ്ടായില്ലല്ലോ. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഐ സ്റ്റിൽ ആം പാർട്ട് ഓഫ് ദി അസോസിയേഷൻ. I am heartfully with them.
Technically, there is a problem. I'm keeping myself away. They are not pushing me away. വൈകാരികമായി ചില കാര്യങ്ങൾ മനസ്സിൽ തട്ടിയാൽ അത് വലിയ പ്രശ്നമാണ് എനിക്ക്. അത് ഞാൻ സമ്മതിക്കുന്നു. അത് മോശപ്പെട്ട സ്വഭാവമാണെങ്കിൽ സോറി, ഞാനങ്ങനെ എനിക്കത് മാറ്റാനൊക്കത്തില്ല. ജാതിയാലുള്ളതാണ്, തൂത്താപ്പോവില്ല. ഇനി അങ്ങോട്ട് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങേണ്ടി വന്നാൽ അങ്ങനെയുള്ളവർ സൂക്ഷിച്ച് പെരുമാറിയാൽ മതി, അത്രയേ ഉള്ളൂ. എന്റെ അമ്മോ, ഇതൊന്ന് ചോദിച്ചു പോയതേ രാജാവ് മാധ്യമപ്രവർത്തകരുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മൾ തമ്മിലുള്ളതെല്ലാം ഇതുകൊണ്ട് അവസാനിപ്പിക്കുവാ ഞാൻ. അപ്പൊ മാധ്യമപ്രവർത്തകരെ കഴുത്തിന് പിടിച്ചതിന് ശിക്ഷയൊന്നും കൊടുക്കണ്ടേ? അതിന്റെ പേരിൽ എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചങ്ങ് കഴിവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ ശരിക്കും കഴുത്തിന് പിടിച്ചോ ഇല്ലയോ? കോടതി അതിനാണ്. കോടതി പറയും. നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. മൊത്തത്തിൽ കൺഫ്യൂഷനായി. ശരിക്കും കഴുത്തിന് പിടിച്ചോ ഇല്ലയോ എന്ന് ബി ഗോപാലകൃഷ്ണനോട് ചോദിക്കാം. അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ മീഡിയ വണ്ണിന്റെ ലേഖകൻ അദ്ദേഹത്തിന്റെ ഡോറിന്റെ മുമ്പിൽ പോയി നിന്നു. മറ്റേ നമ്മുടെ നിങ്ങളുടെ സ്പീക്കറുമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്ന് ഏതാണ്ട് ഒരു തടയുന്ന രീതിയിൽ നിന്നു. അദ്ദേഹം കൈകൊണ്ട് മൈക്കിന്മേൽ ആ കൈകൊണ്ട് തട്ടി. സ്വാഭാവികമായും ആ കൈകൊണ്ട് അദ്ദേഹത്തെ ആ മൈക്കിന് പിടിച്ചു നിന്ന ആളെ അദ്ദേഹം ആ മൈക്കുമേലാണ് ചെയ്തത്. ഇത് ഞാൻ ഇന്നത്തെ സീനിയർ ആയിട്ടുള്ള നിങ്ങളുടെ അടക്കമുള്ള, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ 24-ൻ്റെ അല്ല, മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചതാണ്. മനസ്സിലായി? നിങ്ങൾ ആ വിഷ്വൽ നോക്കൂ. ഏതെങ്കിലും ഒരു വ്യക്തി ഇതാണ് സംഭവം. അദ്ദേഹം ആ കൈയാണ് തട്ടിയത്, അല്ലാണ്ട് ഒരിക്കലും അദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല, കയ്യേറ്റം നടന്നിട്ടില്ല, കയ്യാങ്കളി നടന്നിട്ടില്ല. അതാണ് സത്യം. ആ മൈക്ക് മാറ്റാനുള്ള അവകാശം ഇല്ലേ? വഴി തടയാനുള്ള അവകാശമുണ്ടോ? അങ്ങ് ആ ദൃശ്യം കണ്ടിരുന്നുവെങ്കിൽ, അങ്ങ് ഇപ്പോഴും ആ ദൃശ്യം കണ്ടിട്ടില്ല, നമ്മുടെ സ്ക്രീനിൽ ആ ദൃശ്യം കാണുന്നുണ്ട്. ആ ദൃശ്യം കണ്ടിരുന്നുവെങ്കിൽ അങ്ങ് അവിടുത്തെ തലമുതിർന്ന മാധ്യമപ്രവർത്തകരെ വിളിച്ച് ചോദിക്കേണ്ടി വരുമായിരുന്നില്ല. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആരും സുരേഷ് ഗോപിയുടെ വഴി തടയുന്നില്ല. സുരേഷ് ഗോപിക്ക് കാറിലേക്ക് കയറാൻ ആരും പിടിച്ചു നിർത്തുന്നില്ല. സ്ക്രീനിൽ കാണുന്നുണ്ട്. അയ്യേ, ഇയാൾക്ക് വോട്ട് ചെയ്ത തൃശ്ശൂർക്കാരെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ല, നമ്മളെ ഗോപിയേട്ടൻ തൃശ്ശൂരിൽ നിന്ന് ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ് വരുന്നുണ്ട്. ചോദിക്കാം. മൂപ്പര് പശുവിന് തീറ്റ കൊടുത്ത് വരുന്നുണ്ട് ട്ടാ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാർ ഇറങ്ങി വരുന്നു. അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അയ്യടാ, ഏട്ടൻ DNA ടെസ്റ്റ് കഴിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, രായാവ് എവിടുന്ന് വരുന്നോ അവിടുത്തെ കാര്യം മാത്രം രായാവിനോട് ചോദിക്കുക. പൊന്നു തമ്പുരാന് ഇഷ്ടാവില്ല. അതുകൊണ്ട് കണ്ടും കേട്ടും സൂക്ഷിച്ചും ഒക്കെ പെരുമാറല്ലേ, കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെക്കി തിരിക്കും.